2010-ലും കൊച്ചി കോർപ്പറേഷനിൽ ഇതുപോലെ UDF-ന് മിന്നുന്ന വിജയമായിരുന്നു. അന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു N. വേണുഗോപാൽ. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. താനല്ലാതെ ആരും മേയറാകാനെന്ന് N. വേണുഗോപാൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന സമയം. പക്ഷേ ജയിച്ചു വന്ന കൗൺസിലർമാർക്കുള്ളിലെ തിരയിളക്കം വേണുഗോപാൽ അറിഞ്ഞില്ല. അന്ന് KPCC ഇറക്കിയ മാർഗരേഖയിൽ കൗൺസിലർമാരിലെ ഭൂരിപക്ഷം നോക്കണമെന്നുണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. വോട്ടെടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ അതുവരെ കരുത്തനാണെന്ന് വിശ്വസിച്ചിരുന്ന വേണുഗോപാൽ അമ്പെ പരാജയപ്പെട്ടു. എ ഗ്രൂപ്പിന്റെ പൂർണ്ണ പിന്തുണയിൽ അന്ന് എറണാകുളത്ത് മാത്രം അറിയപ്പെട്ടിരുന്ന ടോണി ചമ്മണി മേയറായി മാറി. ഇതിന്റെ തനിയാവർത്തനമാണ് 2025-ലും ഉണ്ടായത്. KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മത്സരിക്കാനിറങ്ങിയപ്പോൾ ദീപ്തി മേരി വർഗീസും വിശ്വസിച്ചിരുന്നത് എളുപ്പത്തിൽ മേയർ കസേരയിലേക്ക് എത്താമെന്നായിരുന്നു. 2010-ലെ പോലെ കൗൺസിലർമാരുടെ മനസ്സറിയാൻ തീരുമാനിച്ചതോടെ വീണ്ടും ഗ്രൂപ്പുകൾ ഉണർന്നു. പഴയ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗവും ഒത്തുചേർന്നു. ദീപ്തി മേരി വർഗീസ് ഔട്ടായി. VD സതീശന്റെ ശക്തമായ പിന്തുണ കൂടിയായപ്പോൾ VK മിനിമോൾക്ക് എളുപ്പത്തിൽ മേയറാകാനായി. പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലുടനീളം ഞാൻ പ്രവർത്തിച്ചതും. പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. 2010-ൽ മേയറാകാൻ പാർട്ടിയിൽ മത്സരിച്ചു തോറ്റ N. വേണുഗോപാലാണ് ഇന്ന് ദീപ്തിയെ വെട്ടാനും മിനിമോളെ മേയറാക്കാനും മുന്നിൽ നിന്നതെന്നതാണ് മറ്റൊരു വിരോധാഭാസം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.